ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്ക് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ആണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഇയറിംഗ്സ് ഉണ്ട്, ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഓരോരുത്തർക്കും കൊടുത്തു. അപ്പോൾ ഏതാണ് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് അത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അധികം ഒരുപാട് ആർഭാടമായിട്ടുള്ളതൊന്നുമില്ല. ഈ അടുത്താണ് എനിക്ക് റിങ്സിനോടൊക്കെ, ഹൂപ്സ് അതിനോടൊക്കെ വലിയ താല്പര്യമുള്ള. മുന്നേ ഒക്കെ ഞാനത് ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഇയറിംഗ് ആണ്. ഇതെനിക്ക് ശ്രുതി തന്നതാ. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ സ്റ്റഡ്സിനോടൊക്കെ ഭയങ്കര താല്പര്യം, പിന്നല്ലേ ഭയങ്കര ഹാങ്കിങ്ങും ഓരോന്നായിട്ട് നമ്മൾ മാറിയത്. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് സ്റ്റഡ് ഇടുന്നത്. അത് ശ്രുതി തന്നത് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാ. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു എമറോൾഡ് ആ ഒരു ഇത്. സോ ഇറ്റ് ലുക്സ് ഗുഡ് അല്ലേ, അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലുള്ള അടുത്ത ഒരു ഇയറിംഗ് ആണ്. ദിസ് ഇസ് ജുംക. കണ്ട ഈ ജുംക ഒരു പല്ലക്ക് പോലില്ലേ, ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ ഈ ജുംക കാണാൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇയറിംഗ് ആണ്. ഇറ്റ്സ് വെരി നൈസ്. എന്ത് ബ്ലാക്ക് സൽവാറിൻ്റെ കൂടെയോ സാരിയുടെ കൂടെ, അല്ലെങ്കിൽ വെള്ള സെറ്റ് സാരിയുടെ ബോർഡർ ലൈറ്റ് കസവൊക്കെ ആയിട്ടൊരു ബ്ലാക്ക് കസവൊക്കെ ഉള്ള ഒരു ഇതാണെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ ഇത് മാച്ച് ചെയ്യാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് പിന്നെ അതേപോലെ തന്നെ അതേ മെറ്റീരിയൽ, അതേ ഒരു സംഭവമാണുള്ളത്. അതിൻ്റെ തന്നെ ഇങ്ങനൊരു ബ്ലാക്ക് കളർ ഇയറിംഗ്. ദിസ് ഇസ് ഓൾസോ വെരി പ്രിറ്റി. നമുക്ക് സൽവാറിൻ്റെ കൂടെ സാരിയുടെ കൂടെ ഒക്കെ മാച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. ഗുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മലേഷ്യത്തു നിന്ന് വാങ്ങിച്ചതാ. ഇത് എല്ലായിടത്തും ട്രെൻഡിങ്. ആക്ച്വലി ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ മുത്തുണ്ടായിരുന്നു, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അപ്പൊ അത് എനിക്ക് ഇച്ചിരി ഓവറായിട്ട് തോന്നി. അപ്പൊ ഞാൻ അതെല്ലാം അങ്ങ് പറിച്ചു കളഞ്ഞിട്ട് അത് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. സോ ഇത് കാണുന്നുണ്ടോ, കൊള്ളാല്ലേ. ഇത് സാരിയുടെ കൂടെ ഒക്കെ നമ്മൾ മാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ. ആൻഡ് ദെൻ ഐ ഹാവ് വൺ മോർ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ജുംകാസ് ഉണ്ട്. ഈ ഒരു ബ്ലാക്ക് മെറ്റൽ ടൈപ്പ് ഉള്ള ജുംക. ഇതും നല്ല ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ തരും. ആൻഡ് ദെൻ ഐ ഹാവ് അനദർ ജുംക. ഇത് നല്ല രസമാട്ടോ. ഇത് വന്നിട്ട് സിൽവർ പോലത്തെ, സിൽവർ ഇത്. ആൻഡ് താഴെ നല്ലൊരു വൈറ്റ് കളർ ബീഡ്സ് ഒക്കെ മാച്ച് ചെയ്തൊരു ജുംക. അതേ ഒരു സിൽവർ മാതിരിയുള്ള ചെറിയ ജുംക. ആൻഡ് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഇതുപോലെ വന്നിട്ട് താഴെ ഇങ്ങനെ വെള്ളമുത്തൊക്കെ ആയിട്ട്. ഇത് നല്ല രസമല്ലേ. ആൻഡ് ദെൻ ഐ ഹാവ് പിന്നെ ഈ റിങ്. ദിസ് ഇസ് ആക്ച്വലി സിൽവർ കേട്ടോ. എൻ്റെ സിസ്റ്റർ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിച്ചത്. അത് അവരുടെ കളക്ഷൻ. ആക്ച്വലി ഞാൻ അവരുടെ കാശി ജ്വല്ലറി അവിടെ നിന്നാണ് ഇവിടെ ഇത് വാങ്ങിച്ചത്. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, കാശി ജ്വല്ലറി. അവിടെ നിന്നാണ് ഇവിടെ എനിക്ക് വാങ്ങിച്ചു തന്നത്. ആൻഡ് ദെൻ വൺ മോർ സിൽവർ. ഇത് വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇവിടെ ഒരു ഇങ്ങനെ ഒരു ബീഡ് പോലുണ്ട്. ഇറ്റ്സ് ഒരു ബ്രൗൺ കളർ. അതും നല്ല രസമുണ്ട് അല്ലേ, വെരി സിമ്പിൾ. അങ്ങനെയുള്ള രണ്ട് സിൽവറിൻ്റെ ഒരു ഇയറിംഗ് എനിക്ക് അവൾ വാങ്ങിച്ചു തന്നെയാണ്. ആൻഡ് ദെൻ വേറൊരു അടുത്ത ഒരു ഇതാണ് വലിയൊരു ഹാങ്ങിങ്. ഇതും താഴെ ഒരു ചെറിയ മുത്ത് പോലുള്ളതാണ്. ഇതും നല്ല രസമുണ്ട്. ആൻഡ് ദെൻ ഐ ഹാവ് വൺ മോർ റിങ് പോലെ വന്നിട്ട് താഴെ ഇങ്ങനെ ഒരു ജുംക കണ്ടില്ലേ, വൈറ്റ് ബീഡൊക്കെ വെച്ചിട്ട്. ഇതും നല്ല രസമുണ്ട്, താഴേക്ക് പോയി. സോ ഇത് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇഫ് യു വാണ്ട് യു ക്യാൻ വെയർ. അല്ലെങ്കിൽ ഇത് നമുക്ക് വേറെ ഒരു കളർ ജുംക എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. ഐ ഹാവ് ലൈക്ക് ഇങ്ങനെ ഒരു ചെറിയ ജുംക ഉണ്ട് കണ്ടോ. സി ആ ഒരു ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ മാച്ച് ചെയ്യാവുന്നതാണ്. സിയർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് മാറ്റിയിടുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരെണ്ണം. ആൻഡ് ദെൻ ഐ ഹാവ് അടുത്ത് ഞാൻ പറഞ്ഞില്ല റിങ്സിനോട് വലിയ താല്പര്യം. അപ്പോൾ അടുത്തൊരു ബർത്ത്ഡേക്ക് എൻ്റെ സിസ്റ്റർ എനിക്ക് ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു ഹൂപ്സ് ഈ റിംഗ് ആണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. ഇത് കണ്ടില്ലേ, എൻ്റെ പണ്ടത്തെ ഈ വളയുടെ ഒക്കെ ഒരു ഷേപ്പ്, നമുക്ക് സ്വർണ്ണവളയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റോസ് ഗോൾഡ്. ആൻഡ് ദെൻ ഐ ഹാവ് എപ്പോൾ ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഞാൻ ആദ്യം എടുത്തിടുന്ന എൻ്റെ ഓഫീസിൽ മിക്കപ്പോഴും കാണാം ഞാൻ ഇടുന്ന ഒരു സംഭവമാണ് ഈ റിങ്സ്. എൻ്റെ എല്ലാത്തിനകത്തും കാണാം ഈ ഗോൾഡ് കളർ റിങ്. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഹോപ്പ് യു ഗൈസ് ഹാവ് സീൻ ദിസ്. എൻ്റെ എല്ലാ വീഡിയോയും കാണും. ആൻഡ് ദെൻ അടുത്തത് ഇതും ഒരു ഫേവറേറ്റ് ആണ്. അതായത് കേട്ടോ ഇങ്ങനെ റിങ് പോലെ വന്നിട്ട് താഴെ വെച്ച് കൊടുക്കാം. ഇറ്റ്സ് ഓൾസോ ബ്യൂട്ടിഫുൾ കണ്ടോ. ഇത് അടിപൊളിയാണ്. ഇതുമുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ അടുത്ത റിങ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു സിൽവർ കളറിൻ്റെ ഒരു റിങ്, അതേമാതിരി ഗോൾഡിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് ദെൻ ഐ ഹാവ് അനദർ ജുംക. അതും ഇങ്ങനെ ഗോൾഡ്. ഇത് ഗോൾഡ് കളറാണ് കേട്ടോ. താഴെ നല്ല മുത്ത്. ഇറ്റ്സ് നൈസ് കണ്ടോ ഇത്. ആൻഡ് ദെൻ ഐ ഹാവ് വൺ മോർ. അതും ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചാൽ ഇങ്ങനെ ഒരു മയിലിൻ്റെ ആകൃതിയിലുള്ള ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ ബീഡ്സ്. അതും നല്ല ക്രീം കളർ ബീഡ്സ് ആണ്. അതും നല്ല രസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഒരു ജുംക്കയാണ്. ആക്ച്വലി ഈ ജുംക്ക എനിക്ക് എൻ്റെ ഓഫീസിൽ പണ്ട് വർക്ക് ചെയ്തിരുന്ന ദീപിക അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ചെറിയ കുട്ടി ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ
ഇയറിംഗ്. ആൻഡ് ദെൻ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനൊരു ഇതൊന്ന് മേടിച്ചതാണ്. സെയിം ഇങ്ങനെ ബ്ലാക്ക് മെറ്റലിൻ്റെ ബ്ലാക്ക് കളർ ബീഡ്സ് ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഇനിയൊരു ജുംക. ഇതിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടില്ലേ, ഡിഫറൻസ് നല്ല രസമുണ്ടല്ലേ, നൈസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഐ ഹാവ് ഇത് വന്നിട്ട് ഇങ്ങനെ ബീഡ്സിൻ്റെതാണ്. 2 ബീഡ്സ് ആണ് ഇങ്ങനെ ജോയിൻ ചെയ്ത്. ഇതെനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു മാലയുണ്ട് കേട്ടോ. ഇതെനിക്ക് കൽപ്പന മാം തന്നതാണ്. NTTF-ലെ മാം എനിക്ക് ഒരു ദിവസം കൊണ്ടുവന്ന് തന്നതായിരുന്നു. മാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടു തരും, എനിക്കിഷ്ടമാണ്. ഞാൻ അതേപോലെ മാം ഒരു സാരിയൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് വേറെ ഇനിയൊരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണ്ടത്തെ കേട്ടോ, ഞാനിത് കളഞ്ഞിട്ടത് ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു മോഡൽ നിങ്ങൾക്ക് അറിയോ. ഇവിടെ നമ്മൾ ബാക്കിൽ വെക്കും, എന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ബീഡ് വെക്കുന്നു. ആ ബീഡ്സ് ഒക്കെ കളഞ്ഞു വരും. പക്ഷെ ഐ ഡസന്റ് വോണ്ട് ടു ത്രോ ഇറ്റ്. ഇതിന്റെ നല്ല രസമുണ്ട് അല്ലേ, ഇതിങ്ങനെ ബാക്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇത് കാണുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് നമ്മുടെ ഈ കാതിന്റെ പുറകിൽ നിന്ന് ഇത് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ കാണും. ആ സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ ഞാൻ വാങ്ങിച്ച, പക്ഷെ ഐ ഡിഡ്ന്റ് ത്രോ ഇറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഒരെണ്ണം ഹമ്മണിയുടെ ഒരു കുഞ്ഞു കമ്മൽ. ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ കളഞ്ഞിട്ടില്ല. ഇറ്റ്സ് ഈ ഒരു ഷെയ്ഡ്, കുഞ്ഞു ബീഡ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മഹേഷിന്റെ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഇയറിങ്. ദിസ് ഇസ് ഓൾസോ നൈസ്. ആൻഡ് ദെൻ ഇതും ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഫുൾ ഇങ്ങനെ ഒരു മുന്തിരിക്കൊല പോലെ കണ്ടില്ലേ, ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബീഡ്സ് ബ്ലാക്ക് മെറ്റലിൻ്റെ. ഇതും നല്ല രസമാണ്. ആൻഡ് ദെൻ പിന്നെ ഞങ്ങളുടെ ഒരു ആനുവൽ ഡേന് വേണ്ടി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിന് മാച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ ഒരു കമ്മൽ. കണ്ടില്ലേ, ഇതും നല്ല രസമാണ്. അപ്പോൾ ഈ സാരിയുടെ കൂടെ സൽവാറിൻ്റെ കൂടെ അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ അത് മാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് സുധ ചേച്ചി എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്താൽ. അപ്പോൾ ഇതും കുറേ മൾട്ടി കളേഴ്സ് ഇങ്ങനത്തെ സാരിയുടെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും. ഇറ്റ് വിൽ ബി വെരി നൈസ്. ആൻഡ് ദെൻ പിന്നെ പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു വൈറ്റ് കളർ ഇങ്ങനത്തെ ഒരു സംഭവം. ഇതും ഇങ്ങനെ സൽവാറിൻ്റെ കൂടെ ഒക്കെ ചെയ്തതായിരിക്കും. ദെൻ ഈ കമ്മലാണെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരുന്നു. ഇപ്പം അതിൻ്റെ കളറൊക്കെ പോയി, എന്നാലും ഞാൻ കളയുന്നില്ല. ദിസ് ഓൾസോ ഐ ലൈക്ക് ഇറ്റ്. ഈ ഒരു കമ്മൽ എപ്പോഴും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും ഈ ഗോൾഡ് ഷെയ്ഡ് ചെയ്ത് തരുവാണെങ്കിൽ നല്ലതായിരുന്നു, യൂസ് ചെയ്യായിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ഐ ഹാവ് ഇത് എനിക്ക് ശ്രുതി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതാണ്, ഇതിനകത്ത് ഗോൾഡ് കളറും ഉണ്ട്, ഒരു സിൽവർ കളറും ഉണ്ട്. ഇറ്റ്സ് നൈസ്. അപ്പോൾ ഇത് ഞാൻ വല്ല വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല മാച്ച് ആവും. റെട്രോ സ്റ്റൈലാണ് അവൾ തന്നത്. പിന്നെ ഒരെണ്ണം ഇതും എനിക്ക് അവൾ ശ്രുതി തന്നതാണ്. ഇത് ഇങ്ങനെ ഒരു കാശ് പോലെ വന്നിട്ട് അത് ഇങ്ങനെ ഒരു വീട് ഇങ്ങനെ തൂങ്ങിക്കിടങ്ങി. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. സോ ദിസ് ഓൾസോ ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഒരെണ്ണം ഞാൻ മല്ലേശ്വരത്തുനിന്ന് വാങ്ങിച്ച, മല്ലേശ്വരമല്ല MG റോഡ് കേട്ടോ. അപ്പം ഇതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ബട്ട് തിങ് ഐ ഡോണ്ട് നോ ടു വെയർ ഇറ്റ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എങ്ങനെ ഇടുന്നത്, ഈ കമ്മൽ എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറ്റുന്നത്. ഞാൻ എൻ്റെ പഠിച്ച പണി 18 നോക്കി. ഐ ഡോണ്ട് നോ ഹൗ ടു പുട്ട് ദിസ്. ഇഫ് എനിബഡി നോസ് പ്ലീസ് ഗൈഡ് മീ. ഈ കമ്മൽ പക്ഷെ നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങി. പക്ഷെ അതുകൊണ്ട് പിന്നെ ഒരെണ്ണം എൻ്റെ യൂണിഫോമിന് മാച്ച് ചെയ്തിട്ട് പണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇങ്ങനൊരു കേട്ടോ അത്. ആൻഡ് ദെൻ പിന്നെ ഞാൻ എല്ലായിടത്തും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഹൂപ്സ്, അതായത് സ്ക്വയർ ഇങ്ങനത്തെ ഒരു ഷേപ്പ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്മലാണ്. ആൻഡ് ദെൻ പിന്നെ ഒരു ഹൂപ്സിനെ പറഞ്ഞു, ഹൂപ്സിനോട് എനിക്കിപ്പോൾ ഭയങ്കര താല്പര്യം. അപ്പം ഞാൻ ഇത് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു സംഭവം, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി നൈസ് ഈ ഒരു ഹൂപ്സ്. ആൻഡ് ദെൻ ഇതെനിക്ക് തോന്നുന്നു അമ്മു തന്നെയാന്ന് തോന്നുന്നു, ഒരു ഗ്രീൻ കളർ ജുക്ക്. ഇതിന് മാച്ച് ആവുന്നുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് ഇനി 2 കൂടെ ഉണ്ട്. പിന്നെ ഇത് എൻ്റെ യൂണിഫോമിന് മാച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പ്രാവശ്യം. ഇതെന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. സോ ഐ ബ്രോട്ട് ദിസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് മഹേശ്വരൻ എനിക്ക് പിന്നെയും എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സായിരുന്നു. ഇതൊരു സെറ്റായിട്ട് കിട്ടുന്ന കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. യു ഹാവ് സിൽവർ, ഗോൾഡ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഒരു പല ഷെയ്ഡ്സ് ഉള്ള സംഭവങ്ങളാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൂപ്സ് കണ്ടോ അഗൈൻ. അങ്ങനെ പിന്നെ കുറേ ആക്രി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതും അമ്മു ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിങ്ങനെ ഒരു ചെറിയ ഹാർട്ട് ക്യൂട്ടായിരുന്നു. അങ്ങനെ കുറേ. പിന്നെ എന്തെങ്കിലും ഇതും കണ്ടോ, ഇതും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ലോങ് ബാക്ക് കേട്ടോ, പക്ഷെ ഞാനത് കളഞ്ഞതിൻ്റെ മാലയൊക്കെ പോയി. പക്ഷേ ഇതിൻ്റെ പെൻഡൻറ്റ് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചോണ്ടിരിക്കുക, ബട്ടർഫ്ലൈ. ആ ഫ്രണ്ട് ഇത് കാണുന്നുണ്ടായിരിക്കും. ഹായ്. പിന്നെ വേറെ കുറേ ഉണ്ട് ഇങ്ങനത്തെ കമ്മൽ, കുഞ്ഞു പക്ഷെ അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ബ്ലാക്ക്. ഇതേപോലെ തന്നെ പക്ഷെ ബ്ലാക്ക്. ഇറ്റ്സ് വെരി ക്യൂട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ കുട്ടി ഇയറിംഗ് കളക്ഷൻസ്. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. പിന്നെ നിങ്ങളുടെ എങ്ങനെയൊക്കെയാണ്, നിങ്ങളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണോ എങ്ങനെയാണെന്ന് ഡു കമൻറ്റ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.